ആണ്. എന്ത് സംഭവം എന്നറിയോ, ഇവള് ഞാൻ വീക്കെൻഡ് ഞാൻ കഴിക്കുമ്പോൾ ഇവളിങ്ങനെ കുഞ്ഞിങ്ങനെ വീഡിയോ എടുക്കും. അപ്പോൾ എനിക്കൊരു ദേഷ്യം, ഇവളെ വീഡിയോ എടുക്കുമെന്നോ എന്നാൽ കാണിക്കുന്നു പറഞ്ഞ് ഞാൻ പലതും കാണിച്ചിട്ടുണ്ട്. ഇവളെയും കൂടെ ഒന്ന് പ്രൊമോട്ട് ഇത് വാശി പിടിപ്പിക്കാൻ വേണ്ടി കാണിച്ച കാര്യങ്ങൾ. അവർ പറഞ്ഞ വേറെ കാര്യമുണ്ട്. അവർ പറയുന്ന വേറെ കാര്യം വെച്ചാൽ ഞാൻ പൈസ മോഹിയാന്നുള്ള കാര്യം അവർ പറയുന്നത്. ചേട്ടാ, എനിക്ക് 9,500 സാലറി ഉണ്ട്. എനിക്കിവിടെ 9,500 ദിർഹംസ്. എൻ്റെ അക്കൗണ്ടിൽ 5 പൈസ ഇല്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാം, എന്ത് വേണമെങ്കിലും കാണിക്കാം. എൻ്റെ ഇവിടുത്തെ അക്കൗണ്ടിലോ നിരന്തരം ശാരീരികമായി പീഡിപ്പിച്ചിരുന്നു എന്ന് പറയുന്ന ആരോപണം. ഞാൻ വേറെ കാര്യം ഞാൻ പറയാം. ഞാൻ ഈ പറഞ്ഞ ശരിയാണ്, ഞാൻ ഉപദ്രവിച്ചില്ലെന്ന് ഞാൻ പറയത്തില്ല. എനിക്ക് അവൾ മാത്രമേ ഉള്ളൂ. എൻ്റെ സഹോദരങ്ങളിൽ നിന്ന്, എൻ്റെ അമ്മയിൽ നിന്ന്, എൻ്റെ നാട്ടുകാരിൽ നിന്ന്, എൻ്റെ കൂട്ടുകാരിൽ നിന്നൊക്കെ ഞാൻ മാറി ഭയങ്കര എനിക്കിപ്പോൾ വിളിക്കാൻ ആരുമില്ല. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. ഈ ഒരു പ്രശ്നം വരുമ്പോൾ എൻ്റെ കൂടെ 10 പേര് വേണ്ട. ഇവിടെ ഏതൊരു പട്ടിയായാലും കാണും 10 പേര്. എനിക്കൊരുത്തനും ഇല്ല. എൻ്റെ വീട്ടുകാരും ഇല്ല, എൻ്റെ അമ്മയില്ല, എൻ്റെ നാട്ടുകാരും ഇല്ല, എനിക്കിവിടെ ആരുമില്ല. ഒറ്റയ്ക്കാണ് ഞാൻ. ഇതെല്ലാം ഞാൻ ഫേസ് ചെയ്യുന്ന ഒറ്റയ്ക്കാണ്. ആണ്. എന്ത് സംഭവം എന്നറിയോ, ഇവള് ഞാൻ വീക്കെൻഡ് ഞാൻ കഴിക്കുമ്പോൾ ഇവളിങ്ങനെ കുഞ്ഞിങ്ങനെ വീഡിയോ എടുക്കും. അപ്പോൾ എനിക്കൊരു ദേഷ്യം, ഇവളെ വീഡിയോ എടുക്കുമെന്നോ എന്നാൽ കാണിക്കുന്നു പറഞ്ഞ് ഞാൻ പലതും കാണിച്ചിട്ടുണ്ട്. ഇവളെയും കൂടെ ഒന്ന് പ്രൊമോട്ട് ഇത് വാശി പിടിപ്പിക്കാൻ വേണ്ടി കാണിച്ച കാര്യങ്ങൾ. അല്ല, ഉണ്ട് ചേട്ടാ, അത് ഞാൻ പറഞ്ഞല്ലോ, മുറിവുണ്ട്. അത് ഞാൻ ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ മനസ്സിൽ പല വിഷമങ്ങളുണ്ട്. ഞാൻ ചോദിക്കുമ്പോൾ ഇവർക്ക് റിപ്ലൈ ഇല്ല. ഒന്നാമത്തെ കാര്യം, നീ എന്തിനത് ചെയ്തു? അതില്ലേ, എൻ്റെ കുഞ്ഞിനെ എന്തിനും കൊണ്ട് കളഞ്ഞു. ഈ 40ാമത്തെ വയസ്സിൽ ഒരുപാട് കുഞ്ഞിനെ ആഗ്രഹിച്ച് ഒരുപാട് വർഷം, എനിക്ക് ഷുഗറും കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് വർഷം ഞാൻ ശ്രമിച്ചിട്ട് കിട്ടിയതാണ്. അതും എനിക്ക് വേറെ ഞങ്ങൾ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. സേഫ്റ്റി ആയിട്ട് എല്ലാം ചെയ്തതാണ്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? അത് ഇപ്പോൾ വന്നപ്പം ഞാൻ പറഞ്ഞു, മോളെ എന്താ നീ എന്തിനു കൊണ്ട് കളഞ്ഞ കുഞ്ഞിനെ? നമുക്ക് കിട്ടിയ കുഞ്ഞാണ്, എന്തിനു കൊണ്ട് കളഞ്ഞു? അപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ 40 വയസ്സായി, നിങ്ങൾ ഷുഗർ പേഷ്യൻ്റാണ്, നിങ്ങൾ ഇൻസുലിൻ എടുക്കുന്ന ആളാണ്. ഇനി രണ്ടാമതൊരു പെൺകുഞ്ഞോട് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും? നിങ്ങളിപ്പോൾ ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞുമായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. എപ്പോഴും പറഞ്ഞു, ചേട്ടാ ഞാൻ പോവുകയാണ്, എനിക്കൊരു ജോലി വേണം, ഞാൻ ഒരു ബെഡ് സ്പേസ് എടുത്ത് പോയേക്കാം. എന്തിനാണ് ആ കുഞ്ഞ് പറയുന്നത്? ഇപ്പോൾ താങ്കളുടെ സംശയങ്ങൾ ഷാർജ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ആ തരത്തിൽ അവർ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവർ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വന്ന് ഈ കാണുന്ന ഈ കാര്യങ്ങളൊക്കെയാണ്. ഞാൻ അന്നേരം പോലീസ് വന്ന് എന്നെ അന്നേരം പുറത്തേക്കാൻ പറഞ്ഞു. ഞാൻ പുറത്ത് നിന്ന് ഇവരെല്ലാം ഫോട്ടോസ് അതെല്ലാം എടുത്തു. അതിനുശേഷം സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇതൊക്കെ കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ വന്നു. ഇനി വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ റൂം മൊത്തം ഞാൻ വന്നത്. എന്താണ് സംഭവിച്ചത് നോക്കുമ്പോഴാണ് എൻ്റെ റൂമിലെ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കാര്യം കിട്ടിയത്. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ഈ ബെഡ് ഒരുപാട് മാറി കിടക്കുന്നുണ്ട്, പിന്നെ ഒരു കത്തി അവിടെ ഇരിപ്പുണ്ട്, പിന്നെ എനിക്കറിയണം ഇതെങ്ങനെ ഈ മാസ്ക് അവിടെ വന്നെന്നുള്ളത്. ആ ഫ്രിഡ്ജിൻ്റെ മുകളിൽ എങ്ങനെ മാസ്ക് വന്നു? ഞാൻ മാസ്ക് യൂസ് ചെയ്യാറില്ല. നിങ്ങൾക്ക് ക്യാമറ ആർക്കും യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും കാണിക്കും. ആ മാസ്ക് എങ്ങനെ വന്നു? ഒരു പട്ടൻസ്, ഞാൻ ബെഡിൽ കിടന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ കൈ തപ്പിക്കൊണ്ട് ഒരു പട്ടൻസ് കിട്ടി. ഒരു പട്ടൻസ്, അതെൻ്റെ പട്ടൻസ് അല്ലത്. ഇതൊക്കെ എനിക്ക് അറിയണം. നിങ്ങൾ പറയുന്ന കണക്കൊന്നുമല്ല. ഞാനങ്ങനെ നിങ്ങൾ സ്ഥിരം മദ്യപാനിയാണ്, അല്ലെങ്കിൽ ഞാൻ അവളെ ഉപദ്രവിക്കുമായിരുന്നെങ്കിൽ അവൾക്ക് ഇട്ടിട്ട് പാരുന്നു. ഇത് ദുബായാണ്, അവൾക്ക് എന്തും കാണിക്കാം. ഞാൻ അവളെ ചേർത്ത് പിടിച്ചു. കാര്യം എനിക്ക് അവളെ വിടാൻ സത്യമാണ്. അവർ പറഞ്ഞ ശരിയാണ്. ഞാൻ ക്ഷമാപണം പറഞ്ഞ് പല പ്രാവശ്യം എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്നു. കാര്യം എനിക്ക് പറയാൻ ആളില്ല, എനിക്ക് അവളേ ഉള്ളൂ. ഞാൻ പറ്റ ആളെ പോലും ഞാൻ വിളിക്കാറില്ല. അമ്മ ഇതെല്ലാം കാണുന്നുണ്ടായിരിക്കും, അവരെ പോലും ഞാൻ വിളിക്കാറില്ല, ഒരാളെയും വിളിക്കാറില്ല. എനിക്കാരുമില്ല, ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു. ഞാൻ ഒറ്റയാണ്. എൻ്റെ കുഞ്ഞ് മാത്രം എനിക്കുള്ളത്, അത് മാത്രം എനിക്ക് പറയാം.